ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഈ ജിമ്മിൽ മസിലും പെരുപ്പിച്ച് നടക്കുന്ന ചെക്കന്മാരെ കണ്ടിട്ടുണ്ട്, ഗുസ്തിക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു KSRTC ബസ്സിന്റെ ചില്ല് ഒരൊറ്റ അടിക്ക് പൊട്ടിച്ചൊരു എന്താ പറയുക സൂപ്പർ ജാക്കിച്ചാൻ ലേഡിനെ ഞാൻ കാണുന്നത്. എന്ന് നിങ്ങളൊന്ന് കണ്ടു. എന്തായാലും അവതാരപ്പിറവെടുത്ത ഈ യുവതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയോ? എന്തായാലും ഒരു തെറ്റൊക്കെ എല്ലാവർക്കും പറ്റും, മനുഷ്യന്മാരല്ലേ. എന്തായാലും തെറ്റുകൾ പറ്റാത്ത ആൾക്കാരില്ലല്ലോ. അപ്പൊ നമ്മളെ ഇത്തത്തൊക്കെ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടാക്കാം, എന്നിട്ട് ബാക്കി പറയാം. ഗ്ലാസ് പൊട്ടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ലാഘവത്തില് അതൊരു വലിയൊരു സംഭവം ആയിട്ട് തോന്നുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത്രയും വലിയൊരു ഇതിൽ ചെയ്തതല്ല. ആ ഒരു സമയത്ത് നമ്മൾ പാനിക്കായി, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടാതായി. ഒന്നാമത് ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യായിരുന്നു. അത് പറഞ്ഞ ശരിയാണ്. മറ്റേ പാനിക്കായി കഴിഞ്ഞാൽ ബസ്സിന്റെ ചില്ല കണ്ണ് എന്തുണ്ടെങ്കിലും അത് നമ്മളെ സ്പോട്ടിൽ അടിച്ച് പൊട്ടിക്കണം. അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, പിന്നെ പ്രത്യേകിച്ച് ഒറ്റക്കുവാണല്ലോ. പിന്നെ ഇതിൽ പറഞ്ഞ എന്താന്ന് വെച്ചാൽ മറ്റാൾക്കാർക്ക് എന്തോ പേഴ്സണൽ ഇഷ്യൂ ആയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നാണ്. അപ്പോൾ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ആ ഡ്രൈവറിനോടോ അല്ലെങ്കിൽ കണ്ടക്ടറിനോടോ പറഞ്ഞാൽ ഒരു നിർത്തി തരും. അങ്ങനത്തെ വലിയ എന്താ മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരൊന്നും അല്ല ഗായ്സ് നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ. അപ്പൊ എന്തായാലും പ്രത്യേകിച്ച് ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന പുരുഷന്മാരോടാണെങ്കിലും സ്ത്രീകളോടാണെങ്കിലും ഇതേ അപ്പത്തെ ഒരു ആവേശത്തിൽ വലിയ മോട്ടറായി കണ്ട് മറ്റേ ബസ്സിന്റെ ചില്ലും ഇതൊന്നും എറിഞ്ഞ് പൊട്ടിക്കാൻ നിൽക്കണ്ട. പിന്നെ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ നമ്മളില്ലാത്ത കൊടുത്ത പോലെ ആ പൈസ നമ്മൾ എത്ര മറ്റേ മന്തി വാങ്ങി കഴിക്കരുത്, എത്ര പ്രോട്ടീൻ പൗഡർ വാങ്ങി കഴിക്കരുത്, എന്തൊക്കെ ഷോപ്പിംഗ് ചെയ്യരുത്. ബുദ്ധിയില്ലേ? അപ്പൊ ടാറ്റ ബൈ.